ഹലോ, ഇന്നത്തെ ഒരു വീക്കെൻഡ് വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ ഈ വീക്കെൻഡിൽ എൻ്റെ കുറച്ച് കുട്ടി പരിപാടികളൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാൻ കരുതി. സാറ്റർഡേ നൈറ്റ് ഓൾറെഡി നമ്മൾ മൂവി ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ രാവിലെ ഇരുന്ന് കുക്കിംഗ് വാഷിംഗ് എല്ലാം തീർത്തു. എന്നാലും എവിടെ പോയാലും ലേറ്റ് ടു മാനിയ ടാസ്ക് ചെയ്തുള്ളതുകൊണ്ട് എപ്പോഴും ലേറ്റ് ആവും. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മൾ 10 മിനിറ്റ്സ് ലേറ്റായിട്ട് എത്തിയാലും നമുക്ക് മൂവി സ്റ്റാർട്ടിങ് മുതൽ കാണാൻ പറ്റി. എനിക്കിഷ്ടമായി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ദൂരെയാണ് ഫിലിം കാണാൻ പോയത്. അതുകൊണ്ട് തന്നെ തിരിച്ച് ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് ഇരിക്കാമെന്ന് കരുതി. ബിക്കോസ് പിള്ളേരൊക്കെ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേനും ലേറ്റായി. എത്തിയപ്പോൾ തന്നെ ടയർഡായിട്ട് അങ്ങ് കിടന്നുറങ്ങി. പിന്നെ ഈ റിവ്യൂ ഇടുന്നത് നാളെ കേട്ടോ. ഹായ്. അപ്പം നമ്മൾ ഇന്നലെ ഫിലിം കഴിഞ്ഞെത്തിയപ്പോൾ ഏകദേശം ഒരു 12 o'clock ഒക്കെ ആയെന്ന് തോന്നുന്നു. 11:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് മൂവീനെ പറ്റിയിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ആക്ച്വലി നല്ല മൂവിയായിരുന്നു, എനിക്കിഷ്ടമായി. നമ്മുടെ ഈ ചിന്താമണി കൊലക്കേസിലുള്ള ആ സുരേഷ് ഗോപിയൊക്കെ ഉണ്ടല്ലോ, അതിനെ കാണാനാണ് ആക്ച്വലി ഞാൻ പോയത്. ആ ഒരു ഇതല്ല, വേറെ തന്നെയാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് സുരേഷ് ഗോപി. പിന്നെ അപ്പോൾ നന്നായിട്ടുണ്ട്, നല്ല ഫിലിമാണ്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം, തിയേറ്ററിൽ പോയി വാച്ച് ചെയ്യുക. പിന്നെ അനുപമ അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എല്ലാവരും നന്നായിട്ടുണ്ട്. മാധവ് സുരേഷ് ആയാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിലുള്ള കുറച്ച് സ്ത്രീകളുടെ സുരക്ഷയെ പറ്റിയുള്ള കുറച്ച് കൺസേൺസ്, അതുപോലെ നമ്മുടെ നിയമവ്യവസ്ഥയെ പറ്റിയിട്ട് ചെറുതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് ഞാൻ അധികം സ്പോയിലർ പറയുന്നില്ല. അപ്പം അങ്ങനെ റിവ്യൂ കഴിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഷാർജയിൽ ഒരു ഇൻഡോർ മ്യൂസിയം ഉണ്ടെന്ന് അറിഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ പോയത്. സമ്മർ ആയതുകൊണ്ട് നമുക്ക് ഔട്ട്ഡോർ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ നല്ല തിരക്കായിരുന്നുവെങ്കിലും അടിപൊളി മ്യൂസിയം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അവിടെ സൂ മാത്രമല്ല, ആക്ച്വലി ഈ കാണുന്ന പോലെ ബൊട്ടാണിക്കൽ മ്യൂസിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, അതുപോലെ നമുക്ക് ചിൽഡ്രൻസ് ഫാം എല്ലാം കൂടെ ഉള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് അത് ആക്ച്വലി അറിഞ്ഞത്. അതുകൊണ്ട് ഫാമിലൊന്നും പോകാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ കാണുന്ന വൈൽഡ് ലൈഫ് സെൻ്ററാണ് ആക്ച്വലി നമ്മുടെ ലക്ഷ്യം. പിന്നെ അവിടുത്തെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അതായത് സ്നേക്സ് ഒരു സെക്ഷൻ, ആംഫിബിയൻസ്, പിന്നെ നമ്മുടെ ഫിഷസ്, അതുപോലെ നൈറ്റ് ആനിമൽസ്, പിന്നെ സ്കോർപ്പിയൻസ്. എനിക്ക് അതാ ഒരു കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായി. സ്നേക്സ് ഉണ്ട്. അപ്പം അതായത് പിള്ളേർക്ക് കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റുന്ന രീതിയിൽ, പ്രത്യേകിച്ച് ഈ സമ്മറിൽ നമുക്ക് എന്തായാലും പുറത്ത് പോകാൻ പോസിബിൾ അല്ല. സോ നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാം. അതുപോലെ തന്നെ കുറച്ച് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ബേർഡ്സിൻ്റെ സെക്ഷനൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒരു നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മുടെ തലയുടെ മേലെ കൂടെ ഇങ്ങനെ പക്ഷികൾ ഷൂ ഷൂ എന്നൊക്കെ പറഞ്ഞ് പറക്കും. സോ അതായത് ഇപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവൻ. കാരണം നമ്മൾ ഒരുവിധം എല്ലാ സൂലും കാണുന്ന ബേർഡ്സ് തന്നെയാണെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തൊടാവുന്ന ദൂരത്തിൽ നമ്മൾ ആ ഒരു ബേർഡിനെ കാണുമ്പോൾ കുറച്ചും കൂടി ലൈവായിട്ട് കാണുമ്പോൾ ഒരു രസമല്ലേ. സോ അത് ഇതുവരെ പോകാത്തവരെന്നുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണുക. കുട്ടികൾക്ക് ഫ്രീ ആണ്. അഡൽട്ട്സിന് 21 dirhams ആണ് അതിൻ്റെ ടിക്കറ്റ് വരുന്നത്. പിന്നെ കുറച്ച് ടൈം എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിൽഡ്രൻസ് ഫാമും കൂടെ വിസിറ്റ് ചെയ്യാം. ആക്ച്വലി അത് ഞങ്ങൾക്ക് മിസ്സായി. മേ ബി നെക്സ്റ്റ് ടൈം നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ബേർഡ്സിൻ്റെ സെക്ഷനൊക്കെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ ആ റീലിൽ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് നേരെ പോകുന്നൊരു വ്യൂ ഡെക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ പുലിയും ആടും എല്ലാം വരുമെന്നാണ് കേട്ടത്. സോ അത് കണ്ടിട്ടാണ് കേട്ടോ പോയത്. പിന്നെ നമ്മുടെ നൈറ്റ് ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് അവർ പൂച്ചേനൊക്കെ കൊണ്ടുവന്നു. അതെന്താ അതിൻ്റെ ലോജിക്ക് എന്ന് എനിക്ക് മനസ്സിലായില്ല. ബട്ട് സ്റ്റിൽ അവിടെ കീരി, അതുപോലെ ഫോക്സ്, പിന്നെ നമ്മുടെ എന്താ പറയുക എലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അവിടെ നിന്ന് ജെറി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ ഡെക്ക് ഏരിയ ആൻഡ് കഫറ്റീരിയ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആക്ച്വലി പ്രതീക്ഷിച്ചത് പുലീനെ കണ്ടുകൊണ്ട് നമുക്ക് വല്ല പിസ്സ കഴിക്കാമെന്നായിരുന്നു. പക്ഷേ അത് പറ്റിയില്ല. അപ്പം നമ്മൾ വിചാരിച്ചു സൂ കഴിഞ്ഞു എന്ന് കരുതി അവിടെ അങ്ങ് റിലാക്സ് ചെയ്തിരിക്കും. പിന്നെ അറിഞ്ഞ് അത് കഴിഞ്ഞിട്ടും കുറച്ച് സെക്ഷൻ ഉണ്ട്. അവിടെയാണ് നമ്മുടെ ചീറ്റ, ഹൈന, അതുപോലെ ലെപ്പേർഡ് അതൊക്കെ വരുന്നത് കേട്ടോ. ബബൂൺസ്, അതായത് മങ്കിയുടെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. ആക്ച്വലി അത് തന്നെയാണ്. അപ്പം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലേ. എനിവേ, സോ അവിടെയൊക്കെ കണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നി ലെപ്പേർഡും അതുപോലെ ചീറ്റയൊക്കെ ഒരുമാതിരി ഒടിഞ്ഞു തൂങ്ങി അവശനായിട്ട് കിടക്കുമായിരുന്നു. എന്നാലും അവർക്ക് കാണാം. ഞങ്ങൾ മുന്നേ പോയിട്ടുള്ള സൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആദ്യമൊക്കെ വളരെ ചെറുതായിരുന്നു. ഇപ്പം അവൻ കുറച്ചും കൂടിയും വലുതായി. അപ്പോൾ അവന് അറിയാറായി. സോ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും മസ്റ്റ് വാച്ച് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേയ്സ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്.